സന്ധ്യ, എടി സന്ധ്യ, ഈ പെണ്ണോടി എന്താക്കുക? എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കൊണ്ടുപോടി. അയ്യോ, ഈ വേദന എന്നെ കൊണ്ടേ പോകുള്ളൂ തോന്നുന്നു. ശരാ അല്ലടി, സമയത്ത് ചൂടുവെള്ളം കൊണ്ടെന്ന് എനിക്ക് അറിയില്ലേ? ദിവസം തന്നെ കൂടെ ഞാൻ പറയണോ? രാവിലെ ചൂടാക്കി വെച്ചതാ. അപ്പൊ അമ്മ നല്ല ഉറക്കമായിരുന്നു. ഇപ്പൊ തണുത്തപ്പോ ഒന്നുകൂടി ചൂടാക്കി കൊണ്ടുവന്നതാ. നിനക്ക് ഓരോ ന്യായീകരണം ഉണ്ടാവുമല്ലോ. ഉറങ്ങണി ഇടയ്ക്കിടയ്ക്ക് എണീറ്റാ നോക്കണം. നിനക്കൂടെ മലമറ പണിയൊന്നും ഇല്ലല്ലോ. അമ്മ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാ. മതി, ഇനി അതും ഇതും പറഞ്ഞു നിൽക്കണം. എന്റെ കൈ പിടിക്ക്. പിടിച്ച വലിക്കണ്ടടി നിനക്ക്. രണ്ട് വർഷമായി വേദന തുടങ്ങിയിട്ട്. ഡോക്ടർക്ക് വെറുതെ പൈസ കൊടുക്കുന്നല്ലാണ്ട് ഒരു മാറ്റവും ഇല്ലല്ലോ ദൈവമേ. കഴിയുന്നില്ല എനിക്ക്. ഏട്ടാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. പോവാൻ സമയായില്ലേ? ഇല്ലടോ, എനിക്കൊന്ന് കുറച്ച് വൈകിട്ട് പോയാൽ മതി. ഞാൻ ചെയ്തോളാം. അല്ല, അമ്മ എണീറ്റോ? ആ ഏട്ടാ എണീറ്റു. കുഞ്ഞൂസോ? ഇല്ല, അവന് എണീറ്റിട്ടില്ല. ഇന്നലെ ഒരുപാട് വൈകിട്ടല്ലേ കിടന്നെ. ഏട്ടൻ വേഗം കഴിഞ്ഞിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. എന്താ മരുന്ന്? അവിടെ വെച്ചോ, പിന്നെ കഴിക്കാം. ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ. അവൻ പോയോ? ഇല്ലമ്മേ, നേട്ടന് കുറച്ച് വൈകിട്ട് പോയാ മതി. മേലൊക്കെ അടിച്ചു തുടക്കുക. എന്താടി ഇത്? എനിക്കൊന്ന് വയ്യാണ്ടാകുമ്പോഴത്തേക്കും എന്റെ മോനെ കൊണ്ടാണ് നീ എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നത്. അതിന് പറഞ്ഞ് എനിക്കവിടെ എന്ത് പണിയടിയുള്ളത്? പോയി വാങ്ങി തുടക്കണേ അവനെ കൊണ്ട്. അവൻ പോസം ജോലിക്ക് പോകുന്നതല്ലേ. പരിഷ്കാരികൾ വന്നിരിക്കുന്നു. അതിനെങ്ങനെയാ അവൻ തലയെ കയറ്റി വെക്കുകയല്ലേ അവളെ. സച്ചു, അമ്മ രാവിലെ തുടങ്ങിയില്ലേ? സൗണ്ട് മോളിൽ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സാരമില്ല ഏട്ടാ, ഇപ്പൊ 2 വർഷമല്ലേ വീട്ടിന് പുറത്തിറങ്ങിട്ട്. പിന്നെ വേദനയൊക്കെ ഉണ്ടാവും, അതിന്റെയാ. കാര്യമൊക്കെ ഉണ്ട്. എത്ര ഡോക്ടറുടെ മാറി മാറി കാണിക്കുന്നത്. അവസാനം എല്ലാവരും ഒരേ മരുന്നിനെ തരും. ഇനിയിപ്പോ എവിടെയാ കൊണ്ടുപോകാം? അത് മാറും ഏട്ടാ. മരുന്നൊക്കെ കഴിക്കുന്നില്ലേ? പിന്നെ അമ്മയ്ക്ക് പണ്ടത്തെക്കാളും വ്യത്യാസം ഉണ്ടല്ലോ. ഏട്ടൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നെ ചോറ് വെച്ചിട്ടല്ലേ പോവാ? ഇല്ലടാ, എനിക്ക് ഒരു 12 മണിയാവുമ്പോഴേക്ക് ഇറങ്ങണം. അയ്യോ ഏട്ടൻ വൈകിട്ടാ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ വെച്ച് കഴിച്ചിട്ടായിരിക്കുന്നു. ചോറായിട്ട് കറി ഞാൻ വേഗം ആക്കി തരാം കേട്ടോ. അതൊന്നും സാരമില്ലടോ, ഒരു ദിവസമല്ല, ഞാൻ പുറത്തുനിന്ന് വെച്ചോളാം. രാവിലെ തുടങ്ങിയ പണിയല്ലേ, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. അമ്മായി ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ടോ? ഒരു കുറവുമില്ല മോനെ. മരുന്ന് വെറുതെ കഴിക്കാന്നല്ലാണ്ട്. നിനക്ക് വരുമ്പോ അമ്മനെയും കൂടി കൂട്ടിക്കൂടായിരുന്നോ? കുറെ ആയില്ലേ കണ്ടിട്ട്. അവിടെയാണെങ്കിലേ ഇപ്പൊ കൃഷി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ കുറെ പണിക്കാരൊക്കെ ആയിട്ട് അമ്മയച്ചൻ അതിൽ നല്ല തിരക്കാം. പിന്നെ ഞാനിവിടെ കൃഷി ഓഫീസിലേക്ക് വന്നപ്പോ ഇവിടുന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചതാ. അമ്മ ഞാൻ എന്തായാലും ഒരു ദിവസം കൊണ്ടുവരാം. അതും ശരിയാ. പണിക്കാരന്റെ കാര്യം വീട്ടിലെ കാര്യമൊക്കെ നോക്കാൻ അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളു അവിടെ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അമ്മായിനെ കണ്ടതിനേക്കാളും നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ. സന്ധ്യ നന്നായിട്ട് നോക്കണ്ടല്ലേ? സന്ധ്യ നോക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കുന്നത് മോനെ നല്ലത്. എന്റെ മോനെ കൊണ്ട് വീട്ടിലെ പണി മുഴുവനും ചെയ്യിപ്പിക്കും. ഏത് നേരം നോക്കിയാലും മൊബൈലും ടിവിയാ. എന്നാ അമ്മായി, ഞാനേ വീട്ടിൽ ചെന്നിട്ട് വേണം പണിക്കാർ കൂലി കൊടുക്കാൻ. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. എന്നാ ശരി മോനെ, പോയിട്ട് വാ. എടി സന്ധ്യേ, ഒരു ചായ ഇങ്ങോട്ട് കൊണ്ടുവാടി. എടാ മോനെ, ഞാൻ എത്ര നേരം നിന്നെ വിളിക്കുന്നു, നീ ഒന്ന് ഫോൺ എടുക്കാത്ത? പുറത്തായിരുന്നാ? അല്ല, അപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? എടാ നീ സമയത്തിന് മരുന്ന് കൊടുക്കണേ, നിർബന്ധിച്ചാലേ കഴിക്കൂ. ആ അമ്മയോ? പണിക്ക് പോയതാ. ഞാൻ അതാ കുറെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടുത്തില്ല. ഞാൻ എങ്ങനെ വരാനാടാ? നിനക്ക് അറിയില്ല ഇവിടുത്തെ അമ്മന്റെ കാര്യം.
നീ ഒരു കാര്യം ചെയ്, ഒന്ന് ഫ്രീ ആവുമ്പോ അച്ഛനും അമ്മേനെയും കൂട്ടിട്ട് ഇങ്ങോട്ട് വാ. 1.5 വർഷമല്ലേ ഞാൻ അവരെ കണ്ടിട്ട്. അത് സാരമില്ലടാ, അമ്മന്റെ സ്വഭാവം അറിയുന്നല്ലേ. ശരി, നീ ഒരു കാര്യം ചെയ്, വീട്ടിൽ പോയിട്ടൊന്ന് വീഡിയോ കോൾ ചെയ്. ശരി. അമ്മേ, സന്ധ്യനെ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞേക്കട്ടെ. അമ്മയ്ക്ക് ഇങ്ങനെ ആയ പിന്നെ അവള് വീട്ടിൽ പോയിട്ടാണ്. അവൾക്കുണ്ടായാലും ആഗ്രഹം അച്ഛനമ്മനെ കാണാൻ. ഒരു കാര്യം ചെയ്യാം, അവളെ പറഞ്ഞിട്ടേ ഒരാഴ്ച കഴിഞ്ഞ് വന്നോട്ടെ. അമ്മയെ ചേച്ചി ഒന്ന് വിളിക്കും കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട്. നീ എന്തേ പറയുന്നത്? എന്റെ മോൾ ഒരാഴ്ച ലീവ് എടുത്തിട്ട് വന്ന് നിൽക്കാനോ? നിന്നെ പോലെയല്ല, ലീവ് എടുത്തവള് ശമ്പളം കട്ട് ചെയ്യും. സന്ധ്യ എപ്പോഴുണ്ട് അച്ഛനമ്മ വീഡിയോ കോളിൽ കാണുന്നില്ലേ? അത് മതി, നീ അവിടെ ഒന്നും പോയി കാണണ്ട. അമ്മ എന്തായി പറയുന്നത്? ഒരാഴ്ച ചേച്ചിക്ക് ലീവാക്കി വരാൻ എന്ത് സംഭവിക്കാനാ? അമ്മ ഇങ്ങനെ ആകുമ്പോ സന്ധ്യ ജോലിക്ക് പോയതാ. ഇപ്പൊ 2 വർഷം അവള് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്. എന്നിട്ട് അവളൊന്നും പറയുന്നില്ലല്ലോ. അമ്മായിമാർക്ക് എന്തെങ്കിലും സുഖമില്ലെങ്കിൽ മരുമക്കന്മാരനെ നോക്കേണ്ടത്. അതിനിപ്പോ അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക്. അമ്മായിമാരെ നോക്കാനാണ് ആൺമക്കൾ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും സുഖമില്ലെങ്കിൽ നോക്കേണ്ട കടമ എനിക്കും ചേച്ചിക്കാണ്, അല്ല അവൾക്കല്ല. എന്നിട്ട് ഒന്നും പറയണ്ട, അവള് നോക്കുന്നില്ലമ്മേ. ഒരാഴ്ചന്റെ കാര്യമല്ലമ്മേ, അവള് പൊയ്ക്കോട്ടെ. ചേച്ചിനൊന്ന് വരാൻ പറമ്മ. അവളെ ഒന്നും ഞാനിപ്പോ വരാൻ പറയില്ല. നീ പറയും പോലെ ഒന്നും എന്റെ മോൾക്ക് ലീവ് കിട്ടില്ല. സന്ധ്യ പോയിട്ട് ഒരാഴ്ച 1 മാസം കഴിഞ്ഞിട്ട് എപ്പോഴോ വരട്ടെ. മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഞാനെനിച്ച് എന്റെ കാര്യങ്ങൾ ചെയ്യാം. വീഴ് വെട്ട് എന്തോ ആയിക്കോട്ടെ. അമ്മയ്ക്ക് എത്ര ചെയ്തു കൊടുത്താലും ഇങ്ങനെ പറയുന്നു. എന്താണ് നിന്ന് പിറുപിറുക്കുന്നത്? പോകുന്നവരൊക്കെ പോകാൻ പറയും. ആരും വേണ്ട എനിക്ക്. എന്താ ഏട്ടാ, അമ്മ എന്താ പറഞ്ഞേ? അമ്മ പറഞ്ഞാൽ നീ നോക്കണ്ട, നീ വീട്ടിൽ പോക്കോ. കുറെ ആയാലും പോയിട്ട്. നിനക്കുണ്ടായാലും അച്ഛനമ്മയെ കാണാൻ ആഗ്രഹം. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ കുറച്ച് ദിവസം ലീവ് എടുക്കാൻ പോവാ. അത് കുഴപ്പമില്ല ഏട്ടാ. അമ്മനെ വാഷ്റൂം കൊണ്ടുപോകാൻ കുളിപ്പിക്കണമെന്നും ഏട്ടന് പറ്റില്ല. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പോയിക്കോളാം. അമ്മ കുഞ്ഞിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം അറിയാലോ. സ്കൂൾ കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകണം, പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോകണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന ഹോംവർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് ഓഫീസിൽ നേരെ ഇങ്ങോട്ട് വന്നതാ. മോളെ, നീ വന്നിട്ട് ഇപ്പൊ 4 മാസം 15 ദിവസമായി. എനിക്ക് കുഞ്ഞിനെ കാണുന്നുണ്ടാവില്ലേ? ശനി ഞായറൊക്കെ ലീവല്ലേ? ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ട് വയ്ക്കൂടെ മോളെ? അമ്മ 2 ദിവസം ലീവ് എന്ന് പറഞ്ഞാല് വെറുതെ ഇരിക്കാൻ സമയമൊന്നും കിട്ടില്ല. ഒന്നാമത് ഓഫീസിൽ ഇഷ്ടംപോലെ പെൻഡിങ് വർക്ക് ഉണ്ടാവും. ഒരു ദിവസം എന്നിട്ട് അത് മുഴുവൻ തീർക്കും. പിന്നെ ആ കൂടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച, അതാണെങ്കിൽ ക്ഷീണം കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ മതി എന്നുണ്ടാവും. പിന്നെ തുണി അലക്കാനും അങ്ങനെ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ടാവും. ആ പണിയും ചെയ്ത് അവള് കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. മനഃപൂർവ്വം വരാനിട്ടല്ല, തിരക്കുള്ളത് കൊണ്ടാ. എനിക്കറിയാം മോളെ, നിനക്ക് തിരക്കാണെന്നൊക്കെ. അതാ ഇത്രയും കാണാൻ തോന്നിട്ട് ഞാൻ നിർബന്ധിക്കാത്തത്. അതൊക്കെ പോട്ടെ, അവളെങ്ങനെയുണ്ട്? അമ്മന്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്നുണ്ടോ? എന്ത് കാര്യം നോക്കാൻ അവള്? ഒരു കടമയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു സാധനം വേണമെങ്കിൽ 100 പ്രാവശ്യം വിളിക്കണം. എന്തായാലും മരുമോളല്ലേ, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ അമ്മ, ഞാൻ കുറെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കഴിക്കണേ, ആരോഗ്യം നന്നായിട്ട് നോക്കണേ അമ്മ. എന്തിനാ മോളെ ഇത്രയും പൈസ ചിലവൊക്കെ എല്ലാ മരത്തിലും എങ്ങനെ കൊണ്ടുവരുന്നത്? എന്റെ അമ്മയ്ക്ക് ഞാനില്ലാണ്ട് പിന്നെ വേറെ ആരെങ്കിലും കൊടുത്തു തരുമോ? വേറെ പെൺമക്കളുണ്ടോ? ഇതമ്മ 2000 രൂപ ഇത് വെച്ചോ. എന്തിനാ മോളെ വരുമ്പോ അങ്ങനെ പൈസ തരുന്നത്? ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വന്നാൽ മതി എന്നുള്ളത്. ഞാൻ ഇറങ്ങട്ടെ അമ്മ, ബൈക്കിൽ പോയി. നീ പോയിട്ട് വേണം മോനെയും കൂട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. ശരി എന്നാലേ. ഇന്ന് മക്കളെയും കൂട്ടിട്ട് കൊണ്ടുപോവാ. ഞായറാഴ്ച ഉറപ്പായിട്ടും വരാൻ നോക്കാം. ശരി എന്നാ. നോക്കി പോകണേ. ആയിക്കോട്ടെ അമ്മ, ശരി ശരി. എന്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. എത്രയാ സാധനങ്ങൾ കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്നത്. ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ലീവ് എടുത്തിട്ട് വന്നതാ. അതാണ് സ്വന്തം മക്കള്. കൊറേ പൈസയും കൈ തന്നിട്ട് പോയി. വേണ്ട പറഞ്ഞ കേൾക്കണ്ടേ? മരുമോള്, എന്ത് മരുമോള്? വെറും ഒരു കടമയ്ക്ക് വേണ്ടിട്ട്. ഒന്ന് നിർത്തമേ. കൊറേ കാലം ക്ഷമിക്കുന്നത്. ധാരോട് എന്റെ ഭാര്യയെ കുറിച്ച് കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന് മാത്രം എന്ത് തെറ്റാണ് അവള് ചെയ്തത്? സ്വന്തം ജോലി കണ്ട് 2 വർഷം അമ്മനെ രാപ്പാവില്ലാതെ നോക്കുന്നതോ? അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എണീറ്റ് നടക്കാൻ പോലും പറ്റുമേ? അതിലൂടെ അവള് വേണ്ടേ? വാഷ്റൂമിൽ കൊണ്ടുപോകണം, കുളിപ്പിക്കണം, ഭക്ഷണം മാറി തരണം, മരുന്ന് തരണം, ഡ്രസ്സ് മാറി തരണം. അങ്ങനെ അമ്മൻ എല്ലാ കാര്യം ചെയ്യുന്ന അവളല്ലേ? അവൾ സ്വന്തം വീട്ടിൽ പോയിട്ട് 2 വർഷമായി. അവളുടെ അച്ഛനെ സുഖമില്ലാണ്ട് കിടക്കുക. അച്ഛനമ്മനെ കാണുന്ന അവൾക്കും ആഗ്രഹം ഉണ്ടല്ലേ?
എന്നിട്ട് സ്വന്തം അമ്മനെ പോലെയല്ലേ അവൾ ഇവിടെ നോക്കുന്നത്? 10-20 ശമ്പളം കൊടുത്തിട്ട് ഹോം നഴ്സിനെ അമ്മ നോക്കാൻ വേണ്ടി വെച്ചല്ലേ. എന്നിട്ട് അമ്മ എത്ര ആളെ ചീത്ത പറഞ്ഞിടന്ന് പറഞ്ഞത്? അവരൊന്നും നോക്കിയാൽ ശരിയായില്ല, എന്റെ മരുമോൾ നോക്കിയാൽ ശരിയാവുള്ളൂ പറഞ്ഞിട്ട് അവളുടെ ജോലി കളയാൻ വേണ്ടിയില്ല അമ്മ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലാവില്ല വിചാരിച്ചോ? എന്നിട്ട് അവൾ ഒരു കുഴപ്പമില്ലാണ്ട് ജോലി റിസൈൻ ചെയ്തിട്ട് അമ്മ ഇത്രയും കാര്യം നോക്കുന്നില്ലേ? എന്നിട്ട് ഒരു നന്ദി വാക്കുപോലെ ഇത്രയും കാര്യമായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടോ? ഏത് നേരം നോക്കിയാലും ചീത്ത പറയാനല്ലേ? അതും പോരായിട്ട് വന്നവരോട് പോകുന്നവരോട് ഫോണിലൊക്കെ വിളിച്ചിട്ട് ഫുൾ സമയം അവളെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കുക അല്ലെ? ഇതല്ല അമ്മന്റെ പണി. ചേച്ചിന്റെ വീട് ഇവിടുന്ന് 10-20 കിലോമീറ്റർ ദൂരയിലുള്ളമ്മ. അവർക്ക് 2 കാറില്ലേ, ആഴ്ചയിൽ 2 ലീവ് ഉണ്ട്. എന്നിട്ട് അമ്മനെ എപ്പോഴെങ്കിലും കാണാൻ വരുമോ? ഒരു കടമയ്ക്ക് വേണ്ടി 4-5 മാസം കൂടുമ്പോൾ കുറെ ഫ്രൂട്ട്സും കെട്ടിപ്പിടിച്ച് 2000 രൂപ തന്നിട്ട് പോയാൽ പിന്നെ അത് മതി. പിന്നെ മകള് പറഞ്ഞിട്ട് നോട് മുഴുവൻ വിളിച്ച് പറയും. അത് വരെ നോക്കിയ മരുമകൾക്ക് പിന്നെ ഒരു വിലയില്ല അല്ലെ? അതുകൊണ്ട് ഇന്നത്തോടെ മതിയമ്മേ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഫുൾ ടൈം ചീത്ത പറയാം. അവൾ ഇവിടുത്തെ അടിമയല്ല, എന്റെ ഭാര്യയാണ്. അവിടെ നാളെ മുതൽ ഞാൻ ഇവിടെ ഹോം നഴ്സിനെ വെക്കാൻ പോവാ. അവരെയും ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞയക്കാനാണെങ്കിൽ പിന്നെ നോക്കാൻ ആളുണ്ടായാലമ്മേ. എന്റെ കമ്പനിക്കാരോട് പറഞ്ഞിട്ട് നിനക്ക് ജോലിക്ക് നോക്കാൻ പറഞ്ഞിട്ട് എന്തായാലും 2 ആഴ്ച കൊണ്ട് ശരിയാവും. അതുവരെ നീ നിന്റെ വീട്ടിൽ പോയിരുന്നു. ഒന്നും വേണ്ടട്ടാ, അമ്മന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. മതി സന്ധ്യയെ, താഴ്ന്നു കൊടുക്കുന്നത് എല്ലാം തലയിൽ കയറിയ നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. അമ്മ ഞാൻ ചീത്ത പറഞ്ഞല്ല, പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ. ഇത്രയും ചെയ്തിട്ട് അവളെ ഒരു വിലയിലിട്ട് കാണിക്കുമ്പോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അതെന്റെ ഭാര്യയാണ്. ഇതുപോലെ മരുമക്കൾ അമ്മായിയമ്മമാരെ എത്ര നന്നായി നോക്കിയാലും അവരെ ഏതു നേരവും കുറ്റം പറയുകയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരു വിലയും കൊടുക്കാതെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് അമ്മായിയമ്മമാരുണ്ട്. മക്കളോ ബന്ധുക്കളോ ഒരു നേരം വന്ന് കുറച്ച് ഫ്രൂട്ട്സോ പൈസയോ കൊടുത്താൽ പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും അവരുടെ സംസാര വിഷയം. അതുവരെ നോക്കിയ മരുമക്കളോട് ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, ചീത്ത പറച്ചിലും അവഗണനയും മാത്രമായിരിക്കും ബാക്കി. ഇപ്പോഴും ഇതുപോലുള്ള അമ്മായിയമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.